ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിലൂടെ കേരളത്തിലാകെ തരംഗമായി മാറിയ യൂട്യൂബറും അവതാരകനുമാണ് കാർത്തിക് സൂര്യ. യൂട്യൂബിൽ മാത്രം 30 ലക്ഷത്തിന് മുകളിലാണ് താരത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം തനിക്കുണ്ടായ പേടിപ്പെടുത്തുന്ന അനുഭവം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് കാർത്തിക് സൂര്യ. കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കുന്നതിനിടെ തുമ്മിയത് മാത്രമേ ഓർമ്മയുള്ളൂവെന്ന് പറഞ്ഞാണ് മരണം മുന്നിൽ കണ്ട നിമിഷത്തെക്കുറിച്ച് കാർത്തിക് വിവരിച്ചത്. ഭാര്യ വർഷ മാത്രമാണ് ആ സമയം കാർത്തിക്കിനൊപ്പം ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ഷൂട്ടിന് പോകേണ്ടതാണ്. പക്ഷേ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചപ്പോൾ ഞാനൊന്ന് തുമ്മി. ആ സമയത്ത് ഭക്ഷണം എൻ്റെ വായിലുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ഞാൻ കണ്ടത് വർഷ എൻ്റെ മുതുകിൽ തടവി ഛർദ്ദിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഛർദ്ദിച്ചതെന്ന് വർഷ പറഞ്ഞു തരും, കാർത്തിക് പറഞ്ഞു. പിന്നീട് സംസാരിച്ചത് വർഷയാണ്. ഇന്നലെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കാർത്തിക് ചേട്ടൻ 3 വട്ടം തുമ്മി. ഉടനെ എന്നോട് വെള്ളമെടുത്തു തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ വെള്ളമെടുത്തു തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച കാർത്തിക് ചേട്ടൻ കുഴഞ്ഞു വീണ് കിടക്കുന്നതാണ്. ഞാൻ ആകെ പേടിച്ചുപോയി. ഞാൻ വന്ന് പിടിച്ചപ്പോൾ എൻ്റെ ദേഹത്തേക്ക് തളർന്നു വീണു. പിന്നെ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഉടനെ ഞാൻ അവിടെയുണ്ടായിരുന്ന 2 ചേട്ടന്മാരെ വിളിച്ചു വരുത്തി. അവർ വന്നപ്പോഴേക്കും തളർന്ന അവസ്ഥയിലായിരുന്നു ചേട്ടൻ. കൈയൊക്കെ വിറക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആകെ പേടിച്ചു. നെഞ്ചിൽ ഞെക്കിയപ്പോഴാണ് ഛർദ്ദിച്ച് തുടങ്ങിയത്. കണ്ണു തുറന്നു കൊണ്ടൊന്നുമല്ല ഛർദ്ദിക്കുന്നത്. ഒരുപാട് തവണ ഛർദ്ദിച്ചു. ബോധമില്ലായിരുന്നുവെന്നും വർഷ പറഞ്ഞു. ഉടനെ എന്നെ എല്ലാവരും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കാറിൽ വെച്ചും ഒരുപാട് തവണ ഛർദ്ദിച്ചു. അവിടെ ചെന്നപ്പോൾ ട്രിപ്പിട്ടു. എൻ്റെ എക്സ്റേ ഒക്കെ എടുത്തു. ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തു. തുമ്മുന്നതിനിടയിൽ ഭക്ഷണാംശം ശ്വാസകോശത്തിൽ കയറി. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തേക്ക് ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ ഫ്ലോ കട്ടാവുകയും ചെയ്തു. അത് കാരണമാണ് ഞാൻ ഛർദ്ദിച്ചത് അബോധാവസ്ഥയിലായതും. അവസാനം ഛർദ്ദിച്ചപ്പോഴേക്കും തൊണ്ട പൊട്ടി ബ്ലഡ് വരാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഷൂട്ടിന് പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഞാൻ ഒന്ന് ഓക്കെ ആയത്. അങ്ങനൊരു സിറ്റുവേഷനിലും സ്ട്രോങ്ങായി നിന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം ചെയ്തതും വർഷ തന്നെയാണ്. അവളുടെ ധൈര്യം സമ്മതിക്കാതിരിക്കാൻ വയ്യ. വളരെ വ്യത്യസ്തമായ ദിവസമായിരുന്നു. ഛർദ്ദിച്ചതിൻ്റെ ക്ഷീണം ഇപ്പോഴുമുണ്ട്. ടെൻഷനുള്ള അവസ്ഥയായിട്ടും വർഷ എല്ലാം നന്നായി കൈകാര്യം ചെയ്തു. ആശുപത്രിയിലേക്ക് എന്നെയും കൊണ്ട് വണ്ടി ഓടിച്ചു വന്നു എന്നും പേടിപ്പെടുത്തിയ അനുഭവം പങ്കിട്ട് കാർത്തിക് സൂര്യ പറഞ്ഞു. ഇപ്പോഴും ആ സമയങ്ങൾ ഓർക്കാൻ ഭയമാണെന്നും കാർത്തിക് പറയുന്നു. വർഷയുടെ സമയോചിതമായ പ്രവൃത്തിയെ അഭിനന്ദിച്ചാണ് കമൻറ്റുകളേറെയും. വർഷ അല്ലെങ്കിലും പ്രായത്തേക്കാൾ നല്ല പക്വതയുള്ള കുട്ടിയാണ്. സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ അറിയുക, അത് ഹാൻഡിൽ ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും വലുത്. വർഷയ്ക്ക് അഭിനന്ദനങ്ങൾ. ധൈര്യം കൈവിടാതെ തക്ക സമയത്ത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തതിന്. ഫുഡ് സാവധാനം കഴിക്കാൻ ശ്രമിക്കണം. പരമാവധി സംസാരിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുകയും വേണമെന്ന് കമൻറ്റുകളിൽ ആളുകൾ കുറിച്ചു. തിരുവനന്തപുരം സ്വദേശിനിയാണ് കാർത്തിക്. കഴിഞ്ഞ വർഷമായിരുന്നു കാർത്തിക്കിൻ്റെ വിവാഹം കഴിഞ്ഞത്.